ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് റിയാനയുടെ ഈ ഒരു ഫുൾ മേക്ക് ഓവർ ലുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ മേക്കപ്പ് വേണ്ടത്? സിമ്പിളായിട്ട് നാച്ചുറൽ ലുക്ക്, കോംപ്ലക്ഷനൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ ലെൻസാണ് വെക്കുന്നത്. അക്വയുടെ നോട്ടി ബ്രൗൺ എന്നുള്ള ഒരു ലെൻസ് ഷെയ്ഡാണ് കേട്ടോ ആൾക്ക് വെച്ചിട്ടുള്ളത്. പ്രിപ്പിങ്ങിന് മുമ്പേ തന്നെ നമ്മൾ ലെൻസ് വെക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ടോണറാണ് കേട്ടോ കൊടുക്കുന്നത്. ദെൻ ആളുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിരുന്നു, സോ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് എംപ്രോയിലീസിൻ്റെ മോയ്സ്ചറൈസറാണ്. നല്ല രീതിയിൽ ഫേസിൽ അബ്സോർബ് ആകുന്നത് വരെ അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ കൺസീലറാണ് ചെയ്യാൻ പോകുന്നത്. ടാർട്ടിൻ്റെ കൺസീലറാണ് കേട്ടോ. ഫുൾ കവറേജ് ആണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും ഐ മേക്കപ്പ്. നന്നായിട്ടൊന്ന് കൺസീലിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പൗഡർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ആളുടെ കണ്ണിന് താഴെ ലിപ്പിൻ്റെ ആ ഒരു ചുറ്റുമുള്ള ഭാഗത്തേക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്ത ഭാഗം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ചെയ്താൽ മതി, നാച്ചുറൽ ലുക്കാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഓറഞ്ച് കറക്റ്റർ ഒരുപാടൊന്ന് ഹെവി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ബേസ് കൊടുത്ത് ആ ഒരു ഫേസിലേക്ക് അത് കവർ ചെയ്യേണ്ടി വരും. സോ അതെപ്പോഴും ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്താൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ആൾക്ക് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ആളുടെ സ്കിൻ ടോണിന് സ്യൂട്ടാവുന്ന രീതിയിൽ ഒരു 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്കിൻ ടോൺ സെലക്ട് ചെയ്തിട്ടുള്ളത്. വളരെ നാച്ചുറലായിട്ടാണ് ഞാൻ ആൾക്ക് സ്കിൻ ടോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വളരെ നാച്ചുറലായിരിക്കണമെന്നാണ്. പിന്നെ ആളുടെ ഐബ്രോസ് ആണെങ്കിലും നല്ല വിഡ്ത്ത് ഉണ്ടായിരുന്നു. പിന്നെ ആ വിഡ്ത്ത് ഉണ്ടെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ബ്രൗണും ബ്ലാക്കും വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഐബ്രോസും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ അത് ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐബ്രോസിൻ്റെ ഷേപ്പ്. ഐബ്രോസിൻ്റെ ഷേപ്പ് എപ്പോഴത്തെയും പോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആളുടെ ഫീച്ചേഴ്സ് തന്നെ ശരിക്കും കംപ്ലീറ്റ്ലി മാറിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധയോടെ അവരുടെ ഫേസിന് ചേരുന്ന രീതിയിൽ ഒരുപാട് ബ്രൈറ്റ് ആവാതെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഐബ്രോസ് ചെയ്തതിന് ശേഷം ആളുടെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഹുദ ബ്യൂട്ടിയുടെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുടെ കോസ്റ്റ്യൂമിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഒരു ഐ മേക്കപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഷിമ്മർ ആണെങ്കിലും ഒരു കോപ്പറും ലൈറ്റ് പിങ്കെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്കിൻ ടോൺ വളരെ നാച്ചുറലായിട്ടും ഐ മേക്കപ്പ് കുറച്ച് ഹെവി ആയിട്ടും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഞാൻ ആളുടെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. പൗഡർ കോണ്ടോറിങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും കോണ്ടോറിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ നോസാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഐബ്രോസിൻ്റെ താഴെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഷാർപ്പ്നെസ് ആയിട്ട് നോസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കുറച്ച് വിത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ടതൊന്ന് കുറയുന്നത് പോലെയൊക്കെ ഫീൽ ആവും കേട്ടോ. പിന്നെ നമ്മൾ ചീക്കും ചിന്നൊക്കെ നന്നായിട്ടൊന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ബ്ലഷാണ് കൊടുക്കുന്നത്. പൗഡർ ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് 2 ചീക്കിലും ഒരുപാട് ഹെവി ആകാതെ ഭയങ്കര നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ലിപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടെ നീറ്റായിട്ട് അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ലിപ്പ് ഷേപ്പ് നമുക്ക് കിട്ടും. സോ നമ്മൾ എപ്പോഴും ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആൾക്ക് കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു റെഡ് കളറ് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് ലിപ് ഷെയ്ഡ്. ആൾക്ക് ആ ഒരു ലിപ് ഷെയ്ഡ് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. ആളുടെ സ്കിൻ ടോണൊക്കെ ആണെങ്കിലും നല്ല ബ്രൈറ്റായിട്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
ഫൈനൽ നമ്മളൊരു ചെറിയൊരു ബിന്തിയും കൂടി ആൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹൈലൈറ്ററാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ മാക്കിൻ്റെ ഹൈലൈറ്ററാണ് കേട്ടോ ആൾക്ക് കൊടുക്കുന്നത്. വളരെ നാച്ചുറലും ഒരുപാടൊന്നും ടിൻറ്റില്ലാത്ത രീതിയിൽ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ചായി പോകുന്നൊരു ഹൈലൈറ്ററാണ് ഞാൻ കൊടുക്കുന്നത്. ദെൻ ആളുടെ ഫോർഹെഡും നോസും ചീക്കും ചിന്നൊക്കെ നന്നായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി ഞാൻ ഫിക്സിങ് സ്പ്രേ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫിക്സിങ് സ്പ്രേ വന്നിട്ട് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ മേക്കപ്പ് ഭയങ്കര സെറ്റിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര നാച്ചുറലായിട്ട് സ്കിൻ ടോൺ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിക്സിങ് സ്പ്രേ ആണ്. അർബൻ ടെക്കിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിക്സിങ് സ്പ്രേ ആണ്. അവളുടെ ഹെയർ സ്റ്റൈൽ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ തന്നെയാണ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ മതി എന്ന് പറഞ്ഞത്. 3 ലെയർ ചുട്ടിയാണ്. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്ലാറ്റായിട്ട് സെൻറ്റർ പോർഷൻ ഇട്ടിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആൾക്ക് സാരിക്കും കൂടെ മാച്ചായിട്ട് രീതിയിലാണ് ഫ്ലവർ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. മുല്ലപ്പൂവിൻ്റെ ഒപ്പം തന്നെ റോസ് പെറ്റൽസും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ഉണ്ടായിരുന്നത്. അതിങ്ങനെ ഭയങ്കര നീറ്റായിട്ട് ഒരുപാട് ഹെവി ആകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എന്തോ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഈ ഒരു ഫ്ലവറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ആ ഒരു ഫൈനൽ ലുക്ക് പൂവും കൂടെ വരുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. ഞാൻ എൻ്റെ എല്ലാ ബ്രൈഡ്സിനോടും പറയാറുണ്ട്, മുല്ലപ്പൂ സാരിക്ക് മാച്ചായിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവറുമായിട്ട് മിക്സ് ചെയ്ത് കെട്ടി വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂടുതലായിരിക്കും എന്നുള്ളത്. പക്ഷേ മിക്കവർക്കും അങ്ങനെ കെട്ടി വാങ്ങാൻ പറ്റാറില്ല. ഓൾറെഡി കിട്ടിയ പൂക്കളൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അതിന് മാച്ചായിട്ടുള്ള സെപ്പറേറ്റ് ഫ്ലവർ വാങ്ങി നമ്മൾ തന്നെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഫൈനലി അപ്പോൾ നമ്മൾ ആളുടെ ഓർണമെൻറ്റ്സ് ഒന്ന് സാരിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെ തുന്നി വയ്ക്കാൻ നേരത്ത് അതവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ ആളുടെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ഒരുപാട് ഹെവി അല്ലാത്ത രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ആളുടെ ചുട്ടി ഹെവി ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാട്ടിയും ആ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ഫേസിനാണെങ്കിലും 3 ലെയർ ചുട്ടി നന്നായിട്ട് സ്യൂട്ട് ആകുന്നുണ്ടായിരുന്നു. ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു അത് വെക്കണമെന്നുള്ളത്. പക്ഷേ ആൾക്ക് ഭയങ്കര നീറ്റായിട്ട് ആ ഒരു ലുക്ക് ആപ്റ്റ് ആവുന്നുണ്ടായിരുന്നു. ബനാറസി മോഡൽ സാരി ആയിരുന്നു ആളുടേത്. സോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉടുപ്പിക്കാനൊക്കെ വളരെ ഈസി ആയിരുന്നു. പ്ലീറ്റ്സ് എടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ സാരി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല എന്താ പറയുക, ചില സാരീസ് അങ്ങനെ ഒതുങ്ങാറുണ്ടായില്ല. പക്ഷെ ബനാറസി ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി നല്ല ബോഡി ഹഗ് ചെയ്ത രീതിയിലാണ് സാരി ഉടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫൈനൽ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരാറുണ്ട്, എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പറും അതുപോലെ ഇൻസ്റ്റ ഐഡിയും വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.